രാഷ്ട്രഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ചരിത്രവും ദേശസ്നേഹത്തിന്റെ സന്ദേശവും പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്ന വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സാഹിത്യ സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. അടിച്ചമർത്തപ്പെടലുകൾക്കെതിരെ ഇന്നും പോരാട്ടം തുടരുന്ന സ്ത്രീശക്തിയുടെ നിരീക്ഷണത്തിലൂടെയാണ് നാടകം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീര ദേശാഭിമാനികളുടെ പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്നതാണ് നാടകം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇന്ത്യക്കാരിൽ വേർതിരിവുണ്ടാക്കുന്ന ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിപ്പായിക്കണം. ഝാൻസി റാണി, ബീഗം ഹസ്രത് മഹൽ, ഭിക്കാജി കാമ തുടങ്ങിയ ധീര വനിതാ പോരാളികളുടെയും മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ജീവിത സമരങ്ങളും സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നാടകത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. സാമൂഹിക ബോധവൽക്കരണ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന കേരള ചേതന സംഘത്തിലെ അമച്വർ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ നാടകത്തിന്റെ അവതരണ ശൈലി നാടകത്തിനുള്ളിലെ നാടകമെന്ന സങ്കല്പത്തിലൂടെ വേദിയെയും പ്രേക്ഷകരെയും ഒരു കുടക്കീഴിൽ ബന്ധിപ്പിക്കുന്നു. നാടകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കയ്യൂർ കർഷക സമരത്തിലെ ധീരസേനാനികളായ മഠത്തിലപ്പു, കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, ചിരുകണ്ഠൻ എന്നിവരുടെ പോരാട്ട ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. ജയിലിൽ ഭഗത് സിംഗും അമ്മയും തമ്മിലുള്ള വൈകാരിക രംഗങ്ങളും ബ്രിട്ടീഷ് കോടതിയിൽ ഭഗത് സിംഗിനും സഹപ്രവർത്തകർക്കുമെതിരായ വിചാരണയും ത്യാഗത്തിന്റെയും ധീരതയുടെയും ചരിത്ര മുഹൂർത്തങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കും, ഞങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് എടുത്തുകാട്ടുന്ന കൂത്താട്ടുകുളം മേരി, അക്കാമ്മ ചെറിയാൻ, KR ഗൗരി എന്നിവരുടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടവും നാടകത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ദേശസ്നേഹത്തിന്റെ സന്ദേശം പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതോടെയാണ് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകത്തിന് തിരശ്ശീല വീഴുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കൾച്ചറൽ ഫെസ്റ്റിന്റെ പ്രോഗ്രാം ആയിരുന്നു ഇവിടെ അവതരിച്ചത്. 150ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്ത ഈ പ്രോഗ്രാമിൽ ലക്ഷദ്വീപിലെ EUT കൾച്ചറൽ സെന്റർ ഞങ്ങൾക്ക് വളരെ നല്ലൊരു സ്വീകരണമാണ് നൽകിയത്. നമുക്ക് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് ഇവിടുത്തെ ഒരു കുട്ടികളുടെയും ഇവിടുത്തെ ആൾക്കാരുടെയും ഇഷ്ടവും ആവേശവും സന്തോഷവും കൈയടിയും ഒക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവരുടെ റിയാക്ഷൻ ഒന്നും നമുക്ക് മനസ്സിലാവുന്നത്. അത് എന്തായാലും നമ്മുടെ സംഘത്തിനും കേരളത്തിനും നമുക്കും നാടകത്തിനും നാടകക്കാർക്കും നാടകവേദിക്കും അഭിമാനിക്കാവുന്നതാണ്. അതോടൊപ്പം ലക്ഷദ്വീപിലെ ഒരു സംഘടനത്തെ പറ്റിയും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ. കവരത്തി ദ്വീപിൽ നിന്നും അബ്ദുൽ സലാം, ദൂരദർശൻ ന്യൂസ്.